ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉത്തമ ഭർത്താവ്, ഭർത്താവിനെ വിരൂപനാക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞതാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം ഉത്തമ ഭാര്യ എത്ര വിശിഷ്ടം എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ, കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ ഉത്തമ ഭാര്യയായി ജീവിക്കുന്ന പലരെയും നമ്മൾ കണ്ടെത്തും. ഇനി അവർ വിശിഷ്ടമായൊരു സമ്മാനമാണെന്ന് ദൈവത്തിൻ്റെ വചനം പോലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 26-ന്റെ 1-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. എൻ്റെ ഭാര്യ ഉത്തമയാണെങ്കിൽ നീ ഭാഗ്യവാൻ, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. വിദേശത്ത് ഞാൻ ഒരു ദമ്പതിമാരുടെ കാര്യം മനസ്സിലാക്കി. ഭാര്യ നൈറ്റ് പോയിരിക്കുക, ഭർത്താവ് വീട്ടിലാണ്. ഭർത്താവിന് മദ്യപാനത്തിൻ്റെ ഒരു ബലഹീനതയുണ്ട്. ഇനി അന്ന് പുള്ളി കുടിച്ച് ഓവറായി. അപ്പോൾ പുള്ളിക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ഡ്രൈവ് ചെയ്താൽ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് അത് വളരെ വലിയ പണിഷ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ വണ്ടിയെടുത്ത് പോയി സിഗരറ്റ് വാങ്ങിക്കാനായിട്ട് തയ്യാറായില്ല. പക്ഷെ പുള്ളി ഭാര്യയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ഒരു പാക്കറ്റ് സിഗരറ്റ് കൂടെ വാങ്ങിച്ചുകൊണ്ട് വരണം. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് വണ്ടി എടുക്കാവുന്ന ഒരവസ്ഥയല്ല, അതുകൊണ്ട് ഞാൻ പുറത്തു പോകുന്നില്ല, നീ വാങ്ങിച്ചുകൊണ്ട് തന്നാൽ മതി. ആ ഭാര്യ സിഗരറ്റ് വാങ്ങിച്ച് പുള്ളിക്കൊണ്ട് കൊടുത്തു. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം. ഞാൻ ഓർക്കായിരുന്നു, മറ്റേതെങ്കിലും ഭാര്യമാരാണെങ്കിൽ അവർ പറഞ്ഞേനെ, ഞാനിവിടെ എല്ലുമുറിയെ പണി ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളവിടെ കുടിച്ച് കൂത്താടി കിടന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ സിഗരറ്റ് വലിക്കാൻ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരണോ? അങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവർ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒത്തിരി നാളെടുത്തില്ല ഈ ഭർത്താവ് കുടിയും വലിയും നിർത്തി. കാരണം ആ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി, ഇത്രയും സ്നേഹമുള്ള, ഇത്രയും കരുതലുള്ള ഈ വ്യക്തിയെ ഞാൻ ഇതുപോലെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല. ഇവൻ കുടിക്കുന്നതും വലിക്കുന്നതും ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്നിട്ട് പോലും ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ചെയ്തു. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ ഭാര്യമാരുടെ ചങ്കിൽ സ്ഥാനം പിടിക്കേണ്ട ഒരു വചന സന്ദേശമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഭാര്യമാരെ, ഭർത്താവ് വചന വഴിയെ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ നീ അവനെ നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ടത് നിന്റെ സംസാരം കൊണ്ടല്ല, നല്ല പെരുമാറ്റം കൊണ്ട്. ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്രയോ ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് നേടിയെടുക്കാൻ പറ്റിയാണ്. ഇന്ന് നല്ല പെരുമാറ്റത്തിനുപരിയായിട്ട് അനാവശ്യമായിട്ടുള്ള പല സംസാരങ്ങളും മെക്കിട്ട് കയറുന്ന അവസ്ഥകളും, ഇതെല്ലാം കാരണം ഓവറായിട്ട് കുടിക്കുന്ന വ്യക്തികളെ ഭർത്താവിനെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. നിൻ്റെ ഭർത്താവിനെ നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ടത് സംസാരത്തിലൂടെയല്ല, നല്ല പെരുമാറ്റത്തിലൂടെ. ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഉപദേശങ്ങളോ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളോ ഒന്നും ഏറ്റെന്ന് വരത്തില്ല. പക്ഷേ നല്ല പെരുമാറ്റം, അവർക്ക് വേണ്ടിയുള്ള ത്യാഗമെടുത്തുള്ള പ്രാർത്ഥന, അതൊക്കെ ഫലം കാണും. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, തിന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല, നന്മ കൊണ്ടേ തിന്മയെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇതാണ് ഈ ഭാര്യ ചെയ്തത്. അതിൻ്റെ ഫലമാണ് ഭർത്താവിൻ്റെ കുടിയും വലിയും മാറിക്കിട്ടിയത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഭാര്യയുടെ സൗന്ദര്യം ആന്തരിക സൗന്ദര്യമാണ്. ഞാൻ ദമ്പതിമാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒരു 8-10 വർഷമായിട്ട് ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? വിവാഹ ജീവിതത്തിന് പ്രധാനപ്പെട്ടത് ചർമ്മകാന്തിയാണോ, സ്വഭാവത്തിൻ്റെ സവിശേഷതയാണോ? രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. ഉടനടി നമുക്ക് മറുപടി കിട്ടും, സ്വഭാവത്തിൻ്റെ സവിശേഷത, സ്വഭാവത്തിൻ്റെ ഗുണമേന്മ, അതാണ് പ്രധാനപ്പെട്ടത് ചർമ്മകാന്തിയേക്കാൾ എന്ന് നമ്മൾ കാണുന്നുണ്ട്. പത്രോസ്ലീഹ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 പത്രോസ് 3-ാം അധ്യായം തുടർന്ന് വായിച്ചാൽ 3 മുതലുള്ള വചനങ്ങൾ, ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ ഇതൊന്നും അല്ല നിങ്ങൾക്ക് അലങ്കാരം. ഒരു ഭാര്യയെ സൗന്ദര്യമുള്ള വ്യക്തിയാക്കുന്നത് ആന്തരിക വ്യക്തിത്വമാണ്. അതിന് ആത്മാവിനെ അണിയണം. ആത്മാവിനെ അണിഞ്ഞ് ആന്തരിക വ്യക്തിത്വമുള്ള വ്യക്തിയിൽ പ്രകടമാകുന്ന 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്: സൗമ്യത, ശാന്തത. ഒരു ഭാര്യയെ ഉത്തമ ഭാര്യയാക്കുന്നത്, അവളെ സുന്ദരിയാക്കുന്നത് ഈ 2 കാര്യങ്ങളാണ്. ആഭരണങ്ങൾ എത്രമാത്രം നമുക്കുണ്ടെങ്കിലും, വിശേഷ വസ്ത്രങ്ങൾ നമ്മൾ അണിഞ്ഞെന്ന് പറഞ്ഞാലും ഈ സൗന്ദര്യം അവിടെ ഉണ്ടാകത്തില്ല. സൗമ്യത, ശാന്തത, ഇതാണ് ഒരു ഉത്തമ ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില വചനഭാഗങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ ഉത്തമ ഭാര്യയാകാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഉത്തമ ഭാര്യയുടെ ചില ലക്ഷണങ്ങളും ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 31-ന്റെ 18 പറയുന്നത്,
ഉത്തമ ഭാര്യയുടെ വിളക്ക് ഒരിക്കലും അണയത്തില്ല. അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നത്. നല്ല പ്രാർത്ഥനാ ജീവിതമാണ് ഒരു വ്യക്തിയെ ഉത്തമ ഭാര്യയാക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് എഫേസുസ് 5-ാം അധ്യായം 24 മുതൽ വായിക്കുമ്പോൾ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ. വിധേയത്വവും ബഹുമാനവും. ഇംഗ്ലീഷിൽ പറയും സബോർഡിനേഷൻ. സബോർഡിനേഷൻ അടിമത്തമല്ല, സ്ലേവറി അല്ല, വിധേയത്വം. ഇത് ഒരു ഭാര്യ കാണിക്കുമ്പോൾ അവൾ ഉത്തമ ഭാര്യയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സുഭാഷിതങ്ങൾ 31:12 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉത്തമ ഭാര്യ ആജീവനാന്തം ഭർത്താവിന് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ, അത് മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ. പ്രഭാഷകൻ്റെ പുസ്തകം 26:16 വചനം വായിച്ചാൽ, ചിട്ട ഉള്ള വ്യക്തി, ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കുന്ന വ്യക്തി, അവരാണ് ഉത്തമ ഭാര്യ. ഇനി അവരുടെ വില വളരെ വലുതാണ്. ഉന്നതത്തിൽ ഉദിക്കുന്ന നക്ഷത്രം പോലെയാണ് അവരെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 26:16 വചനം. പ്രഭാഷകൻ 26:14 പറഞ്ഞിട്ടുണ്ട്, മിതഭാഷിണിയായ ഭാര്യ സുന്ദരിയാണ്, ഉത്തമ ഭാര്യയാണ്. അപ്പോൾ അത് അമിത ഭാഷണം നടത്തുന്നത് ഒരു ഭാര്യയ്ക്ക് ചേർന്നതല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇക്കാര്യങ്ങൾ ഗൗരവപൂർവ്വം എടുത്താൽ ഭാര്യമാരെ നിങ്ങൾക്ക് വളരെ സൗന്ദര്യമുള്ള വ്യക്തികളായി മാറാൻ പറ്റും. ആന്തരിക സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അതിനായിട്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് പ്രത്യേക നിയോഗമായിട്ട് വെക്കുന്നത്, ഭർതൃഗ്രഹത്തിൽ അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ഭാര്യയുണ്ട്. വേണേൽ ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ അവഗണന സഹിക്കേണ്ടി വരുന്നവർ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.